ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രണ്ടാമത്തെ ദിവസം ഗലാത്യ ലേഖനവുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ഇടയായതോർത്ത് സ്തോത്രം. രാവിലെ തന്നെ വന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങൾ രാവിലെ തന്നെ വരുമ്പം വചനം പറയുന്നവർക്ക് ഒരു എൻകറേജ്മെൻ്റാണ്. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് എനിക്ക് വരുന്നത്. അത് എത്രമാത്രം ദൈവസന്നിധിയിൽ അത് ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരാൾ തയ്യാറുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഏത് അർദ്ധരാത്രിയാണെങ്കിലും ദൈവത്തിന് വചനം പറയണം എന്നുള്ളതാണ് വചനം പ്രസംഗിക്കുന്നവരുടെ കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അവൻ്റെ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്നലെ നമ്മൾ ഗലാത്യ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ, അതിൻ്റെ ചെറിയതായിട്ടുള്ള ഒരു ഔട്ട്ലൈന് ഒക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമാവിൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇതിൻ്റെ നേരിയ നിലയിലുള്ള പശ്ചാത്തലം നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. പൗലോസ് തൻ്റെ മിഷനറി യാത്രയിൽ, ആദ്യത്തെ മിഷനറി യാത്രയിൽ ഗലാത്യ എന്ന് പറയുന്ന പെർട്ടിക്കുലറായിട്ടൊരു സ്ഥലത്ത് പോയില്ലെങ്കിൽ തന്നെ അതിന് സമീപത്തുള്ള ലുസ്ത്ര, ദർബെ, ഇക്കോന്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൗലോസ് കടന്നു പോകുന്നതായിട്ടും അവിടെ വലിയ നിലയിലുള്ള സുവിശേഷത്തിന് വേണ്ടി ദൈവം വാതിലുകളെ തുറന്നു. അനേകരത് കേട്ടു. ലുസ്ത്രയിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ പൗലോസ് സൗഖ്യമാക്കുന്നതും, അങ്ങനെ ദേവന്മാർ ദേഹരൂപത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് അവർക്ക് യാഗം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നതും, എന്നാൽ ആ യാഗം കഴിക്കാനായിട്ട് പോകുന്ന അവരുടെ ആ ബുദ്ധിഭ്രമത്തെ, അവരുടെ ആ അവിവേകത്തെ പൗലോസും ബർന്നബാസും വളരെ പ്രയാസകരമായിട്ടുള്ള നിലയിൽ അതിനെ തടയുന്നതായിട്ടും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചില യഹൂദന്മാര് അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും വന്ന് പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു എന്നാ വായിക്കുന്നത്. അപ്പം പൂമാലയിട്ട് ദേവന്മാരാണെന്ന് പറയാനും കല്ലെറിയാനും ഒന്നും അധിക സമയം വേണ്ട എന്നുള്ളത് നമുക്ക് അവിടെ കാണാം. എന്നാൽ ദൈവത്തിന് ലഭിക്കണം മഹത്വം, അവർക്ക് ദൈവത്തിന് ലഭിക്കണം എന്നുള്ള നിഷ്കർഷതയോടുകൂടെ തന്നെ ദൈവത്തിന്റെ ഭക്തന്മാർ അവിടെ നിൽക്കുകയും തുടർന്ന് അവര് അവിടെ വിട്ട് അവിടെ വളരെ പൗലോസിനെ മരിച്ചവനെ പോലെ ആയി പൗലോസിനെ അവിടുന്ന് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് അവിടെയൊക്കെ കടന്നു ചെന്ന് മൂപ്പന്മാരെ നിയമിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. നമുക്കറിയാമല്ലോ, ഈ പ്രസിദ്ധമായ സ്ഥലത്ത് നിന്നാണ് 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യം മുതൽ കാണുന്നത് യഹൂദ സ്ത്രീയുടെ മകനായ തിമത്തിയോസ് എന്നു പേരുള്ള ശിഷ്യൻ. അപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും കഷ്ടം സഹിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയും എന്നുള്ളൊരു ചിന്താഗതിയാണ് പലപ്പോഴും പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ഈ യേശുവിൽ വിശ്വസിച്ചിട്ട് ബ്രദറെ, ഞാനിങ്ങനെ കഷ്ടം അനുഭവിച്ചാൽ എങ്ങനെ മറ്റുള്ളവർ യേശുവിൽ വിശ്വസിക്കും? അതുകൊണ്ട് ഞാനൊരു 10 കൊമ്പായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കണ്ടാലല്ലേ ഉള്ളു മറ്റുള്ളവരും ദൈവത്തിൽ ആശ്രയിക്കുകയുള്ളൂ എന്നുള്ളൊരു മൂഢമായ ഒരു വിചാരം നമുക്ക് പലപ്പോഴും നമ്മുടെ കാതുകളിൽ അലയ്ക്കാറുണ്ട്, പലരും പ്രസംഗിക്കാറുമുണ്ട്. ഒരു പരിധിവരെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയല്ല എന്നും പറയാനായിട്ട് കഴിയത്തില്ല. കുറച്ച് പറയുന്നതിൽ ചില സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളവും ഈ തത്വശാസ്ത്രമൊക്കെ വെറും വൃഥാവിലുള്ള കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, പൗലോസ്ലിയ കഷ്ടം അനുഭവിക്കുകയും പൗലോസ്ലിയ കർത്താവിന് വേണ്ടി നിന്ന ആ അനുഭവത്തെ, മാതൃകയെ കാണുമ്പോൾ എത്രയോ പേര് ആ മാതൃക കണ്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കാനിടയായി തീർന്നു. ധനാഢ്യനായിട്ട് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടെ ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടിട്ടല്ല, 3 ആണികളിന്മേൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തൂങ്ങി മരിച്ച ക്രൂശിന്മേൽ യാഗമായി തീർന്ന ക്രിസ്തുവിനെ കണ്ടിട്ടാണ് അനേകർ അവന്റെ സ്നേഹത്തിൽ പിടിക്കപ്പെടുകയും അവന്റെ അടിമകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുക അവന്റെ സ്നേഹത്തിൽ അടിമകളായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്.
നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അത് ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് പറയുന്ന ലിയോനാർഡ് റേവൻഹിൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്തൻ എഴുതിയ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ പണ്ട് ഞാൻ വായിച്ചതാണ്. 87 ഞാൻ ആ പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകത്തിൽ ഉള്ളൊരു ചാപ്റ്റർ ഇങ്ങനെയാണ്: ഫയർ ബിഗറ്റ്സ് ഫയർ. തീയെ കത്തിക്കുന്നു. തീക്ക് മാത്രമേ തീയെ കത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫയർ ബിഗറ്റ്സ് ഫയർ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന്റെ ഉള്ളിലെ ഒരു പ്രത്യേക ചാപ്റ്ററിൽ അവിടെ പറഞ്ഞേക്കുന്നത്, ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി മിഷനറിയായിട്ട് തീരുകയും 29ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോവുകയും ചെയ്ത ഡേവിഡ് ബ്രെയിനാർഡിന്റെ കാര്യമാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ ഡേവിഡ് ബ്രെയിനാർഡിന് ക്ഷയരോഗം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചുമച്ച് ചോര കലർന്ന കഫം ഇങ്ങനെ ഐസ് കട്ടകളിൽ മേൽ തുപ്പി വെക്കുന്നത് നോക്കിപ്പോയാൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവസാനമായിട്ട് അതിന്റെ അറ്റത്ത് ഡേവിഡ് ബ്രെയിനാർഡ് നിന്ന് പ്രസംഗിക്കുന്നത് കാണാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു ഇറ്റ് ശ്വാസത്തിന് വേണ്ടി ആഞ്ഞു വലിക്കുന്ന ആ അനുഭവത്തിലും ക്രിസ്തുവിന് വേണ്ടി നടന്ന് ആ 5 വർഷമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളെങ്കിലും സുവിശേഷ വേല ചെയ്തിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിന് ഈ ലോകത്തിൽ അറിയപ്പെടുന്ന മിഷണറി വീരന്മാരുടെയൊക്കെ പട്ടികയിൽ പലപ്പോഴും 1ാം സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കത്തക്കവണ്ണം ഉള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് അവസാനം അദ്ദേഹം ക്ഷയരോഗം മൂർച്ഛിച്ച് അദ്ദേഹം ഇങ്ങനെ മരിക്കാനായിട്ട് കിടക്കുന്ന ആ മരണം കണ്ടിട്ട്, ആ ചാപ്റ്റർ നമുക്ക് വായിക്കുമ്പോൾ കണ്ടിട്ട്, അത് മരണം നേരിട്ട് കണ്ടിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് അത് അറിഞ്ഞിട്ടും പലരും മിഷനറി ആയിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് പോയ കഥ അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുന്ന എടുത്ത് വായിക്കണേ. നമുക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പല ദൈവത്തിന്റെ ഭക്തന്മാര് ആ ഭക്തന്റെ അന്ത്യ അനുഭവങ്ങളെ കുറിച്ച് കേട്ടുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ട് കർത്താവിന്റെ പിന്നാലെ പോകാനിടയായി തീർന്നു എന്ന് ഞാൻ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു വൃഥാ വിചാരം മാത്രമാണ് എൻ്റെ കഷ്ടതകൾ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതകൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഡിസ്കറേജ്ഡ് ആയിട്ട് പോകും. ഇല്ല, ജെന്യുവിനായിട്ട് ക്രിസ്തുവിന് വേണ്ടി നാം നിൽക്കുന്നെങ്കിൽ, നാം കഷ്ടത സഹിക്കുന്നെങ്കിൽ അത് മറ്റനേകരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പൗലോസ് പറയുന്നത്, എൻ്റെ ബന്ധനങ്ങൾ സുവിശേഷ നിമിത്തമാകുന്നു എന്ന അകമ്പടി പട്ടാളത്തിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നു. അങ്ങനെ സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളിൽ ധൈര്യം പൂണ്ട് കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എത്രയോ ദൈവഭക്തന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, പ്രിയ മകനെ, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നത് പോലെ നീയും ക്രിസ്തുവിന് നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്ക എന്ന് തന്റെ മാതൃക കാണിച്ചു കൊടുത്തിട്ട് പൗലോസ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇതെന്നുള്ളത് കൊണ്ട് എംഫസൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം പൗലോസ് അവിടെ കഷ്ടമനുഭവിച്ചു, പ്രയാസപ്പെട്ടു. അപ്പം അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അവിടുന്ന് ആരും ഇനിയും വരത്തില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ അത് നമുക്ക് തെറ്റിപ്പോയി. അവിടുന്നാണ് പൗലോസിന്റെ ജീവിതത്തിലെ സന്തത സഹചാരിയായിട്ടും പിന്നീട് പൗലോസിന്റെ സുവിശേഷ വേലയ്ക്ക് ശേഷം തന്റെ ആ സുവിശേഷത്തിന്റെ ബാറ്റൺ കൊടുക്കാൻ തക്കവണ്ണം പൗലോസ് യോഗ്യനായി കണ്ട തിമോഥെയോസ് എഴുന്നേറ്റ് വരുന്നത് ഈ കഷ്ടം അനുഭവിച്ച ഈ ലുസ്ത്രയിൽ നിന്നാണ് എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 1-ാം വാക്യങ്ങൾ വായിക്കുമ്പം നമുക്ക് കാണാനാണ്. അന്നൊരു പയ്യനായിരുന്നു, തന്നോട് കൂടെ പോരേണം എന്ന് വിചാരിച്ചു. അവൻ സഹോദരന്മാരെ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു എന്നുള്ളത് ഞാൻ അവിടെ പ്രത്യേകം ഒന്ന് ഓർപ്പിച്ച് പറയുകയാണ് ചെയ്തത്. ഗലാത്യ ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ ഇതായിരുന്നു അവിടെ നടന്ന സംഭവം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് ക്രോഡീകരിക്കണം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല എന്നുള്ളതിന്റെ കാര്യവും സുവിശേഷം നമുക്കറിയാമല്ലോ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനമല്ല, ലോകസ്ഥാപനം മുമ്പേ ദൈവം നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ മർമ്മമത്രേ ഞങ്ങൾ ഈ സുവിശേഷമായിട്ട് പ്രസ്താവിക്കുന്നത് എന്ന് പൗലോസ്ലിയ അവിടെ പറയുന്നു. അപ്പൊ ലോകസ്ഥാപനം മുതലേ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ഈ മർമ്മം, അതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. അതാ ഞാൻ വായിക്കാം. 2-ാം അധ്യായം 7-ാം വാക്യമാണ് ഇവിടെ പറയുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുന്നേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇത് ലോകത്തിലെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് അവിടെ പറയുക. അപ്പോൾ ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, വേറെ ഏതെങ്കിലും ജ്ഞാനമല്ല പ്രസ്താവിക്കുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുന്നമേ തന്നെ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതായിട്ടുള്ള ദൈവിക ജ്ഞാനമാണ്.
ആത്മീയന്മാർക്ക് ആത്മീയമായ കാര്യങ്ങൾ ആത്മീയമായ വാക്കുകളാൽ അത് വിവേചിച്ച് അവർക്ക് നൽകത്തക്കവണ്ണം ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ സന്നിധി സംസാരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല എന്ന് അത് അവിടെ തന്നെ നമ്മൾ വായിക്കുന്നു. 13-ാം വാക്യം. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അപ്പോൾ ഇതാണ് സുവിശേഷത്തിന്റെ മുൻകാല പ്രാബല്യം, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി, അതിന്റെ ദൈവികമായിട്ടുള്ള അധികാരം, സുവിശേഷത്തിന്റെ ആ ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് പറയുകയാണ്, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ പിതാവായ ദൈവത്താലും അപ്പോസ്തലനായ നമ്മുടെ യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും ആലും അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും ആ ലോകം എന്നുള്ള ഒരു ഫാക്ടർ ഈ ഇതിൽ ഡീല് ചെയ്തേക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് നമ്മളിടയായി തീർന്നു. അത് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിട്ട് ഞാൻ 6-ാം വാക്യത്തിലേക്ക് വരികയാണ്. 6-ാം വാക്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഈ ഭാഗവും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് അതിൽ നീട്ടി പറയുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. അവിടെ ഒരു പെർസോണിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പറയുകയാണ്. അവൻ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ ഈ കൃപയിലേക്ക് വിളിച്ചവനെ വിട്ട് നിങ്ങൾ എത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്, അത് സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അപ്പോൾ ഒരു ദൈവത്തിന്റെ ഭക്തൻ പറഞ്ഞിട്ടുള്ള, പോൾ വാഷർ എന്ന് പറയുന്ന ദൈവഭക്തൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോട്ട് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ കോട്ട് ചെയ്യുക. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുള്ള പാപത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, പഴയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് ചില നിയമങ്ങൾ ലംഘിക്കുന്നതാണെങ്കിൽ, പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തിയോട് കാണിക്കുന്ന അവിശ്വസ്തതയാ പുതിയ നിയമത്തിലെ പാപം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അന്വർത്ഥമാണ് താനും. കാരണം പുതിയ നിയമത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്കോ ഒരു മതത്തിലേക്കോ ഒരു തത്വസംഹിതയിലേക്കോ അല്ല നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അതാ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഇന്നൊരു വ്യക്തിബന്ധത്തിലായിരിക്കുന്നു. കർത്താവായ ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം വിളിക്കുന്ന ആ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർന്നു. അപ്പോൾ ഈ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ നിന്നും ഒരുത്തൻ പിൻവാങ്ങി പോകുന്നുവെങ്കിൽ, അവൻ ഇന്ന ഒരു അനുഭവത്തിൽ നിന്ന്, ഇന്ന സഭയിൽ നിന്ന്, ഇന്ന കൂട്ടായ്മയിൽ നിന്ന് പോയി എന്നുള്ളതല്ല പറയുന്നത്. അവൻ കർത്താവായ യേശുവിനെ വിട്ട് പോയി എന്നാണ് പറയാനായിട്ട് കഴിയുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങളെ വിളിച്ചവനെ വിട്ട്. അപ്പോൾ ഈ നിങ്ങളിന്ന് ആയിരിക്കുന്ന നിങ്ങളുടെ ഈ തെറ്റിപ്പോയ അനുഭവം, നിങ്ങൾക്ക് ഭ്രംശനം വന്നിരിക്കുന്നതായിട്ടുള്ള ഈ അവസ്ഥ, അത് ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ തെറ്റിപ്പോയ ഒരു അനുഭവമാണ്. ഇനി നിങ്ങൾക്ക് ക്രിസ്തുവിനോട് കൂടെ കൂട്ടായ്മ ഉണ്ടെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ഇഫ് എ പേഴ്സൺ ബാക്ക് സൈഡ്സ് in the light of the New Testament, that could be an alienation from Lord Jesus Christ himself. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് തന്നെയുള്ള ഒരു ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു അകലമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവത്തെയാ പുതിയ നിയമത്തിൽ അങ്ങനെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഞാൻ ഇന്ന തത്വത്തിൽ നിന്ന് മാറി വേറെ തത്വത്തിലേക്ക് വന്നു എന്ന് പറയുന്നതല്ല ഇവിടെ സംഭവിക്കുന്നത്. കാരണം നമുക്ക് ഇന്നുള്ളത് ഒരു മതസംഹിതയിലോ അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിലോ ഉള്ള വിശ്വാസമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതാണ് ഈ മൊത്തം ഗലാത്യ ലേഖനത്തിന്റെ ഹൈലൈറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഉത്തരമായിട്ട് ഇത് തന്നെ പറയാൻ കഴിയും. ക്രിസ്തീയ മാർഗം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു തത്വസംഹിതയല്ല, അതൊരു മതമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഡോഗ്മാസ് അല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളല്ല. മറിച്ച് ഇന്നും ജീവിക്കുന്നവനായിട്ടുള്ള ജീവനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.
ആ ബന്ധം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഉണ്ട്, എനിക്ക് അവിടെ ഇരിപ്പുണ്ട്, പണ്ട് സെന്റ് തോമസ് വന്നപ്പോഴേ കിട്ടിയ ഒരു ബൈബിള് വീട്ടിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഈ ക്രിസ്തുവുമായിട്ട് ജീവിക്കുന്ന ക്രിസ്തുവുമായിട്ട് നമുക്ക് ഇന്ന് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കുള്ള പല സംഗതികളെയും നമ്മൾ അതിനെ ഉപമയായിട്ട് ചിലപ്പോൾ വിചാരിക്കും, അത് ഉള്ളതായിട്ട് നമ്മൾ വിചാരിക്കും. ഇപ്പൊ എൻ്റെ മുന്നിൽ ഒരു ടേബിൾ ഇരിപ്പുണ്ട്, ടേബിളിൽ ഇംഗ്ലീഷ് മലയാളം ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഉറക്കം വരാതിരുന്നപ്പം എഴുന്നേറ്റിരുന്ന് നോട്ടൊക്കെ എഴുതിയ ഒരു ചെറിയ നോട്ട് പുസ്തകം എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ ഫോട്ടോകൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം. ഇതെല്ലാം ഉണ്ട്. എന്നാൽ നമ്മളെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ ഈ മൊബൈലുണ്ട്, ഈ ഇതുണ്ട്, ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശബ്ദവും കേൾക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ശബ്ദം എനിക്കും കേൾക്കാൻ പറ്റത്തില്ല. നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സംഗതി അതാ. അപ്പം ഈ ഇന്റർനെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സംഗതികളെയും ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സെറ്റപ്പ് എന്ന് പറയാം. എന്നാൽ ഈ സെറ്റപ്പ് മാത്രം പോരാ, യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം കൂടെ നിലവിൽ വരുമ്പോഴാണ് അത് യഥാർത്ഥ അനുഭവമായിട്ട് തീരുന്നത്. പുതിയ നിയമത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന പോലെ ഉണ്ട്, ബൈബിൾ കോളേജിൽ പഠിച്ചതാ, അല്ലെങ്കിൽ ഇന്നത് പോലാണ്, 10-40 വർഷമായിട്ട് വേല ചെയ്യുന്നു, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇരിക്കുന്ന സമയത്ത്, ഈ സംസാരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള ഒരു മനസാക്ഷിയുമായി നിന്നാണോ സംസാരിക്കുന്നത്, ഈ സമയം ഈ ജീവനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ. അതൊരു ജീവനുള്ള ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പം ഒരുത്തൻ പിന്മാറിപ്പോകുമ്പം ഈ വിളിച്ചവനെ വിട്ടാ പോകുന്നത്. നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. അത് വേറൊരു സുവിശേഷം എന്നല്ല, നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. നിങ്ങളെ കലക്കി. നമുക്കറിയാമല്ലോ, ആത്മീയ മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് നെല്ലും പതിരും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് പോലും പല വീഴ്ചകളും സംഭവിക്കുന്നു. എന്താണ് ഇപ്പൊ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും പിന്നെയും പ്രസവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുക. അപ്പോ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇരിക്കുന്ന പലരും മാതാപിതാക്കളാണ്, ചെറുപ്പക്കാരും ഉണ്ട്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെയോ, അല്ലെങ്കിൽ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു 24-48 മണിക്കൂറിന്റെ ഒരു പരിപാടി, അല്ലെങ്കിൽ 10 മാസം ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന, അതോടുകൂടെ അത് തീർന്നു. നമുക്കറിയാം, ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഈ അനുഭവിച്ച പ്രസവവേദനയുടെയും ഇരട്ടി വേദന ഓരോ മാതാപിതാക്കളും അനുഭവിച്ചാണ് അവനെ ഒരു വ്യക്തിത്വത്തിലേക്കും അവിടെ ഒരു വ്യക്തിത്വത്തിൽ ഉള്ള ഒരു നല്ല ഒരു സിറ്റിസൺ ആക്കി ആ പൈതലിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ലോകപ്രകാരമുള്ള ഒരു ജനനത്തിന് ഇത്രയും മണിക്കൂറുകളാണ് ഇത് ആ വേദന അനുഭവിക്കേണ്ടതെങ്കിൽ, ആത്മീയ ജീവിതത്തിലെ ജനനത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ജനനം കൊടുക്കുന്ന വ്യക്തി, ദൈവമാണ് ജനനം കൊടുക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന പോലെ സുവിശേഷത്താൽ ഞാൻ നിങ്ങളെ ജനിപ്പിച്ചത് എന്ന് പറയുന്ന നിലയിൽ ഒരു ജനനം കൊടുക്കുകയും ക്രിസ്തുവിന്റെ ഒരു മെച്യൂരിറ്റിയിലേക്ക് ആ വ്യക്തിയെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുക എന്നുള്ളത്, അതിന് ഈ ചില മണിക്കൂറുകളുടെ പ്രസവവേദന പോരാ. പൗലോസ് പറയുന്ന പോലെ ക്രിസ്തു പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ടൊക്കെ സ്വീകരിച്ചു, ഇതൊക്കെ ശരിയാണ്. എന്നാൽ അറിയേണ്ടതുപോലെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കേണ്ട പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്താണെന്നും ക്രിസ്തീയ മെച്യൂരിറ്റി, അതിന്റെ പക്വത എന്താണെന്നുള്ളതും നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തൊരു ഡോക്ടറിൻ ഒരു ചിന്ത കേട്ട് കഴിഞ്ഞാൽ അതിനെ വിവേചിക്കാനോ അത് തെറ്റാണെന്നോ തിരിച്ചറിയാനുള്ള പാകം പോലും നിങ്ങളായിട്ടില്ല. നമുക്കറിയാമല്ലോ, പാല് വളരെ നല്ലൊരു സാധനമാണ്, അതിനുള്ളിൽ ഒരു വിഷം ചേർത്താലും പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. എന്നാൽ നമുക്കറിയാം, അത് ഇതേപോലുള്ള വളരെ കണ്ണിങ് ആയിട്ടുള്ള എത്രയോ ഉപദേശങ്ങൾ ഈ ക്രിസ്തീയ മാർഗത്തിലുണ്ട്, എത്രയോ നിലകളിൽ അത് നടക്കുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് ഇതിനെ നിങ്ങളെ ചിലർ കലക്കി മറിച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന കാരണം? അല്ലെങ്കിൽ ചിലർ നിങ്ങളെ സുവിശേഷം മറിച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്ര തീവ്രമായിട്ട്, എനിക്ക് പലപ്പോഴും ഗലാത്യ ലേഖനം വായിച്ചിട്ടുള്ളപ്പോൾ വളരെ തീവ്രമായിട്ടാണ് പൗലോസ് ഇതിനോട് എതിർത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തിനാ ഇത്ര വലിയ തീവ്രതയുടെ ആവശ്യം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ മുന്നോട്ട് വന്ന് ഒരുത്തർ പറയുന്നു പരിശോധനയും കൂടെ ഏൽക്കണമെന്ന്. എന്നാ പിന്നെ അങ്ങ് ഏറ്റോട്ടെ, കുഴപ്പമില്ലല്ലോ എന്നങ്ങ് വിചാരിച്ചാ പോരെ. ഇപ്പൊ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചെന്ന് വെച്ചാൽ എന്നാ പറ്റാന്?
ആരോഗ്യപരമായിട്ട് നല്ലതല്ലേ? അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള പല ആർഗ്യുമെന്റ്സും അവിടെ കൊണ്ടുവരാനായിട്ട് കഴിയും. എന്നാൽ അത് കൃത്യമായിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പൗലോസ് അതിനെ പ്രതിരോധിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണും. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ് എന്താണ് അത് അർത്ഥമാകും. നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളും നമ്മൾ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞ് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പം അടിസ്ഥാനപരമായിട്ട് തന്നെ ഒരു വ്യത്യാസം അവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കടന്നുവരവ് പ്രീസപ്പോസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊന്ന്, കർത്താവെ, ഞാൻ എത്ര നാള് എൻ്റെ ഈ പഴയ പാപം നിറഞ്ഞ ഈ വ്യക്തിത്വവുമായിട്ട് ഞാൻ മുന്നോട്ട് ജീവിച്ചാലും എനിക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വിശുദ്ധിയോ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ രക്ഷിക്കപ്പെടാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏതെങ്കിലും നന്മ പ്രവർത്തിക്കാനോ ഉള്ളൊരു കഴിവ് എനിക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്കത് സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ഞാനിങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോയാൽ ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നിത്യനാശമാണ് എന്നുള്ളത് ഞാൻ അറിയുന്നു. കർത്താവെ, കാൽവരി ക്രൂശിൽ ഞാൻ പാപിയായിരുന്നപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം കഴിവില്ലായ്മ വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷത്തിൽ ഒരു വ്യക്തി വിശ്വസിക്കാനുള്ള യോഗ്യത. ഞാൻ ചോദിക്കുക, രക്ഷിക്കപ്പെടാനുള്ള യോഗ്യത എന്താ പ്രിയപ്പെട്ടവരെ? ഈ പകൽക്കാലം അത് വേറൊന്നുമല്ല, പാപിയായിരിക്കണം എന്നുള്ളത് മാത്രമാണ് യോഗ്യത. അല്ലാതെ ഞാൻ ഇന്നതുപോലൊക്കെ നന്മ ചെയ്തു എന്നുള്ളതല്ല നമുക്ക് ദൈവം നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. അല്ലെങ്കിൽ യഹൂദന്മാർ പറയുന്ന പോലെ ജാതികളെക്കാൾ കുറച്ച് മെച്ചമൊക്കെ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ജാതികളുടെ കൂട്ടത്തിലൊന്നും ഞങ്ങളെ ഇതാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ജാതികളാണെങ്കിലും പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാലേ രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിലയിൽ അവർ ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യുമ്പം രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ, രണ്ടും തികച്ചും വിപരീത ദിശയിൽ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമ്മൾ പറയുന്ന പോലെ പരസ്പരം തള്ളിക്കളയുന്ന നിലയിലുള്ള രണ്ട് ആശയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, മനുഷ്യന്റെ ശക്തിയിലും കഴിവിലും ആശ്രയിച്ച് ചില പ്രമാണങ്ങൾ പ്രമാണിച്ച് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നീതി നേടാം എന്ന് ആഗ്രഹിക്കുന്നതാണ് ന്യായപ്രമാണമെങ്കിൽ. മറ്റേത്, എന്റെ ദൈവമേ, എത്ര പരിശ്രമിച്ചാലും എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല, ഞാനൊരു മുഴുവനായും തകർന്നുപോയ ഒരു പാപിയാണ്, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടല്ലാതെ എനിക്ക് നീതീകരിക്കപ്പെടാനായിട്ട് ഒരു വഴിയില്ല എന്ന് കൺഫസ് ചെയ്യുന്നതാണ് മറ്റേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? പുറമേ നോക്കുമ്പോൾ ശരിയാ, ഒരു അറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് വരുത്തി എന്ന് വെച്ചിട്ട് പ്രശ്നമില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കും. എന്നാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ആശയം എന്താണെന്ന് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഒന്നും മനുഷ്യന്റെ കഴിവില്ലായ്മ പ്രഖ്യാപിച്ച് ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുന്നു, മറ്റേത് മനുഷ്യന്റെ കഴിവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ നീതി നേടാനായിട്ട് പരിശ്രമിക്കുന്നു. ഇത് രണ്ട് രീതിയിലുള്ളത്. കാരണം ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നെങ്കിൽ പിന്നെ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്ന് പൗലോസ് തന്നെ ഇവിടെ പറയുന്നത് നമുക്ക് തുടർന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ക്രിസ്തുവിന്റെ മരണം വൃഥാവാക്കി തീർക്കുന്നത്, ക്രിസ്തുവിനെ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ഈ ന്യായപ്രമാണത്തിന്റെ വഴി, എന്നാൽ അല്ലെങ്കിൽ പരിച്ഛേദനയുടെ വഴി. എന്നാൽ മറ്റേ ദൈവകൃപയുടെ സുവിശേഷം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, അവന്റെ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ട്. അപ്പം എങ്ങനെയാണ് ഈ കരഞ്ഞുന്നത് എന്നുള്ളത് വ്യത്യാസം മനസ്സിലായല്ലോ. കാരണം ഒന്ന് മനുഷ്യന്റെ കഴിവിൽ ആശ്രയിച്ചിട്ട്, മറ്റൊന്ന് ദൈവത്തിന്റെ കഴിവിലും ദൈവം ചെയ്തതിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതാണ് അനുഭവം. അപ്പോൾ ചിലർ നിങ്ങളെ കലക്കി ഇത് മറിച്ചു കളയാൻ സുവിശേഷത്തിലേക്ക് മറിയുന്നു. അത് സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം, ഞങ്ങൾ അറിയിച്ച സുവിശേഷം എന്ന് മീതെ പറഞ്ഞേക്കുന്നു. പിന്നെ രണ്ടാമത് പറയുന്നത്, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായി ഇരിക്കയില്ല എന്നുള്ള ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. തുടർന്ന് നമ്മൾ ഇന്ന് കാണുന്നതായിട്ടുള്ള കാര്യം, ഒന്ന്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്നുള്ളതാണ്
ഒന്നാമത് പൗലോസ് അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം. ഒരു മാനുഷികമായിട്ടുള്ള ഒരു ആലോചന നിമിത്തം നിങ്ങളോട് അറിയിച്ച സംഗതി അല്ല ഈ സുവിശേഷം. ഇത് എന്നിട്ട് പൗലോസ് തന്റെ സ്വന്തം അനുഭവം പറയുകയാണ്. എന്റെ അനുഭവം എന്താ, ഈ ഇതിനുള്ള ബന്ധത്തിൽ എന്റെ അനുഭവം എന്താണ് എന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായിട്ട് തുടർന്ന് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ ഓടിച്ച് പറയുക, ഞാൻ അധികം സമയം നിൽക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്നും ഒന്ന് പറയുന്നു. എന്ന് മാത്രമല്ല അവിടെ പറയുന്നത് മനുഷ്യരോട് ഞാൻ പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. എന്നിട്ട് പൗലോസ് തന്റെ അനുഭവം പറയുകയാണ്. എന്റെ അനുഭവം എന്താ? എന്റെ അനുഭവം, ഞാൻ നേരത്തെ സഭയെ ഉപദ്രവിച്ച്, നമുക്കവിടെ വായിക്കാം 12-ാം വാക്യം, അത് മനുഷ്യരോട് പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നെ കടക്കും. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പ്രതിപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരേക്കാളും യഹൂദ മതത്തിൽ അധികം മുദ്രിക്കുകയും, ഇതൊക്കെ വിവരിക്കേണ്ട ഭാഗങ്ങളാ. തുടർന്ന് ദൈവദാസന്മാർ അത് വിവരിച്ചോളൂ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. നമുക്കറിയാമല്ലോ, ഈ സുവിശേഷത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ദമസ്കസിലേക്ക് പോകുന്ന വഴിക്കല്ല, ദമസ്കോസിലുള്ള വിശുദ്ധന്മാരെ പിടിച്ചുകെട്ടാനും ഉപദ്രവിക്കാനുമുള്ള അധികാരപത്രവും മേടിച്ചു പോകുന്ന വഴിയിലാണ് ശൗലേ ശൗലേ എന്ന് പറഞ്ഞ് ഒരു വെളിച്ചം തന്നെ ചുറ്റിമിന്നുന്നതും കുതിരപ്പുറത്തുനിന്ന് താൻ താഴെ വീഴുന്നതും, നീ ആരാകുന്ന കർത്താവേ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്ന ഞാൻ എന്ന് പറയുന്നതും നമുക്കറിയാമല്ലോ. ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഒരു സെക്കൻഡ് മുന്നേ, അല്ലെങ്കിൽ ചില സെക്കൻഡുകൾക്ക് മുന്നേ ഈ മാർഗത്തെ വെറുത്ത്, ഈ മാർഗത്തെ മുടിച്ച്, ഈ മാർഗത്തെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള പൗലോസ് ചില സെക്കൻഡുകൾക്ക് ശേഷം യേശു എന്ന നാമത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഈ സുവിശേഷത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇന്നേ വരെ ഞാൻ ചെയ്തു പോയ കുറവുകളെല്ലാം മനസ്സിലായി വ്യത്യാസപ്പെട്ട ഒരു വ്യക്തിത്വം. ഈ ലോകത്തിൽ ഈ അത്ഭുതം ചെയ്യാനായിട്ട് ഈ സുവിശേഷത്തിനല്ലാതെ വേറെ എന്തിനിങ്ങനെ സാധിക്കും? കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം വായിക്കുന്ന പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമായിട്ട് പൗലോസ് തീരാനുള്ള കാരണം എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വിതിൻ ദ വിങ് ഓഫ് ആൻ ഐ എന്ന് പറയുന്ന പോലെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ, കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ദൈവമേ ഇങ്ങനൊരു രൂപാന്തരം വരാനായിട്ട് കഴിയുമോ? അന്നേരം വരെ താൻ എന്തിനെ പകച്ചു, എന്തിനെ വെറുത്തു, എന്തിനെ നശിപ്പിക്കാൻ വേണ്ടി പോയോ, അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആലോചനയാണെന്നും അത് അത്യുന്നതനായ ദൈവത്തിന്റെ വഴിയാണെന്നും തനിക്ക് വെളിപ്പെടത്തക്കവണ്ണം ഒരു നിമിഷം ആ വെളിച്ചം ചുറ്റിമിന്നി. നമുക്കറിയാം, അനന്യാസിനോട് പറയുമ്പം അനന്യാസ് തിരിച്ചു പറയുന്ന, കർത്താവേ നിനക്ക് ആള് തെറ്റിപ്പോയോ, അവൻ അധികാരപത്രവുമായിട്ട് ദമസ്കോസിലേക്ക് വരികയായിരുന്നു, അവനെ പോയി കാണാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ നീ എന്നോട് പറയുന്നത്? നീ പോക, ഞാൻ രാജാക്കന്മാരുടെയും മഹത്തുക്കളുടെയും മുന്നിൽ എന്റെ നാമത്തെ വെളിപ്പെടുത്തുവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാകുന്നു അവൻ എന്ത് കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്നവിടെ പറയുക. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗവാ. അവൻ എന്ത് കഷ്ടം അനുഭവിക്കണമെന്നുള്ളത് അവൻ കാണിച്ചു കൊടുക്കും. ഇന്ന് നമ്മൾ കാണുന്നത് അതാണോ? അവൻ എന്ത് കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുത്തു. തുടർന്ന് നമുക്കറിയാമല്ലോ ആ ഉണ്ടാകുന്ന രൂപാന്തരവും പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന. തുടർന്ന് പൗലോസ് അവിടെ പറയുകയാണ്, അവിടെ ദൈവം എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് എന്നുള്ളത് ഞാനത് വിവരിക്കുന്നില്ല. തന്റെ പുത്രനെ എന്നോട് കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ വിചാരിച്ചപ്പോൾ, എനിക്ക് കുറച്ച് തിയറി പറഞ്ഞു തരികയല്ല ചെയ്തത്, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ അവൻ കൺസെന്റ് ചോദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോടോ ഇന്നാരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വിളി വരുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ വിളി നമ്മുടെ കാതുകളിൽ അലയ്ക്കുമ്പോൾ, വേറെ ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് ദൈവത്തിന് വചനത്തിൽ വായിക്കുന്നു. നോക്കിയാട്ടെ, എനിക്ക് മുന്നേ മാംസരക്തങ്ങളോട് ചോദിക്കുകയോ എനിക്ക് മുന്നേ അപ്പോസ്തലന്മാരായിരുന്നവരെ അടുക്കൽ പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ഉണ്ടാകേണ്ടത് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാർ വേറെ ആരെയും കണ്ടില്ല.
എന്ന് പറഞ്ഞ് തുടർന്ന് ഇതിലൂടെ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വേറെ ഏതെങ്കിലും മനുഷ്യന്റെ അടുത്ത് പോയി പഠിച്ച് അതിന്റെ ട്രെയിനിങ് നേടി ഞാൻ നിങ്ങളോട് വന്ന് പറയുന്ന ഒരു കാര്യമല്ല ഈ സുവിശേഷം. മറിച്ച് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുകയും ഒരിക്കൽ ഞാൻ വെറുത്തു നടന്നിരുന്ന ഈ മാർഗത്തെ സ്നേഹിക്കത്തക്കവണ്ണം യേശു എന്ന നാമമേ എന്ന് ആ നാമത്തെ സ്നേഹിക്കത്തക്കവണ്ണം ഞാൻ ലോകത്തിലെ ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നാമമായിട്ട് അതെന്റെ ജീവിതത്തിൽ തീരുകയും അത് ഭൂലോകരുടെയും സ്വർലോകരുടെയും സകല മുഴങ്കാലും അടങ്ങുന്ന പവർഫുൾ ആയിട്ടുള്ള അത്ര ശക്തിയേറിയ നാമമാണെന്ന് എന്റെ ജീവിതത്തിൽ അറിയാനും എല്ലാ മുഴങ്കാലും ആ നാമത്തിന് മുന്നിൽ മടങ്ങും എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ഇടയായിട്ടത്. അതാണ് എന്റെ അനുഭവം. ഞാൻ എങ്ങും പോയി പഠിച്ചിട്ട് ഇത് അനുഭവിച്ചതല്ല. ഇതെന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് അവന്റെ വാക്കുകൾ, അവന്റെ ശബ്ദം ഞാൻ കേട്ടിട്ട്. നമുക്കറിയാമല്ലോ, ഇതുപോലെ ഇന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, എഴുതപ്പെട്ട ദൈവവചനത്തെ അവർ ശ്രദ്ധിക്കുകയില്ല, അവർക്കെല്ലാം വെളിപ്പാടാ കിട്ടുന്നത് എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് പോകുന്ന ചിലർ. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൗലോസിന്റെ വെളിപ്പാടുകളും പൗലോസിനോട് ദൈവം അരുളി ചെയ്തതൊക്കെ വചനത്തിന് വിധേയവും ദൈവവചനത്തിന് അനുസാരവുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ദൈവവചനത്തിന് വിരോധമായിട്ട് ചില വെളിപ്പാടുകൾ കിട്ടിപ്പോകുന്ന കാര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, എവിടുന്നൊക്കെ എന്തൊക്കെ ചിന്തിച്ച് നമുക്ക് ലഭിച്ചാലും പഠിച്ചാലും അതിനെക്കുറിച്ചൊക്കെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്ന ഒരു കൺഫർമേഷൻ ഉണ്ട്. അത് നമുക്ക് ലഭിച്ചേ തീരും. ഇത് ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇത് വെളിപ്പെടുത്തി എന്നൊരു ഓരോ വ്യക്തിക്കും ഏറ്റുപറയത്തക്കവണ്ണമുള്ള ഒരു നിലയിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ വ്യക്തി ശരിയായിട്ടുള്ളൊരു വിശ്വാസത്തിന്റെ പാതയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു വിശ്വാസം നമ്മളിൽ അങ്കുരിപ്പിക്കുവാൻ, അത് ജനിപ്പിക്കുവാനായിട്ട് അത് ദൈവിക വെളിപ്പാടിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആ റീമ വേർഡിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുകയെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് നമ്മൾ അത് ദൈവവചനത്തെ കുറിച്ച് വായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒരു കഥകളല്ല, ഈ കഥകൾക്കുപരിയായിട്ട് ചില സംഭവങ്ങളും ചില ആർഗ്യുമെന്റ്സും ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ഈ ദൈവത്തിന്റെ വചനം അത് യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ രക്ഷയുടെ ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുവാനും അത് ലോക മനുഷ്യന് അത് പോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഇടയായിട്ട് തീരട്ടെ. നമ്മൾ ഇത് കേട്ട നമുക്കറിയാം, ഫിലിപ്പോസ് പോയി പറയുക, കർത്താവിന്റെ അടുത്ത് വന്നപ്പോ പറയുക, നീ നഥനയേലിനോട് പറയാ, നിന്നെ ഫിലിപ്പ് വിളിക്കുന്നതിന് മുന്നമേ നീ അത്തിമരത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ. അതെ, നിന്റെ വിചാരത്തിൽ നീ ഫിലിപ്പ് വിളിച്ചപ്പോഴാണ് നിനക്ക് തോന്നിയത് നിന്നെ ദൈവം വിളിക്കുന്നു. എന്നാൽ അതിനു മുന്നേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിനോട് ബന്ധത്തിൽ ചില അനുഭവങ്ങൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില അനുഭവങ്ങൾ, ഇതൊന്നും ആകസ്മികമല്ല, ദൈവം ഓർഡർ ചെയ്തതാണ്. അത് നമ്മൾ ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ എത്തുകയും വേണ്ടി രക്ഷ നാം സ്വായത്തമാക്കുകയും വേണമെന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തോടെ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ചില അനുഭവങ്ങളാണ്. അത് ഈ ദിവസങ്ങളിൽ ആ നിലയിൽ തന്നെ, ഇത് കേവലം ഇന്നാരെന്നോട് പറഞ്ഞതൊന്നുമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ല, ഞാനും അച്ചായനും കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ ചേർന്നതുമല്ല. ദൈവം എന്നെ ഈ ഗ്രൂപ്പിൽ ചേർക്കുക ചെയ്തത്. ഇത് ദൈവം ഈ കുടുംബത്തിന്റെ തലവനായിട്ട് ഒരു ദൈവീക കുടുംബത്തിലെ അംഗമായിട്ട് ഞാൻ തീരുക ചെയ്തത്. ആ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു.